ഇന്നത്തെ വീഡിയോയിൽ ഭൂമിയെക്കുറിച്ച് പറയണം. ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമി എന്താണ്. ഭൂമി ഒരു ഗ്രഹമാണ്. ഭൂമി എന്താണ്? ഒരു ഗ്രഹമാണ്. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണ് ഭൂമി. അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ആന്തരിക ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഏറ്റവും വലിയ ആന്തരിക ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഭൂമി പരന്നതാണോ? അല്ല. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് ആരാണ്? മഗ്ഗല്ലനാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു മഗ്ഗല്ലൻ. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കി ആരാണ്? ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? ഇറാത്തോസ്തനീസ് ആണ്. അതുപോലെ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവന്റെ സാന്നിധ്യമുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ജീവന്റെ സാന്നിധ്യമുള്ള ഏക ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഭൂമിയാണ്. അതുപോലെ തന്നെ ജല സാന്നിധ്യമുള്ള ഗ്രഹവും ഏത് തന്നെയാണ്? ഭൂമിയാണ്. ജല സാന്നിധ്യമുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഭൂമി. ജലസാന്നിധ്യമുള്ള ഗ്രഹം ഭൂമിയാണ്. അതുപോലെ തന്നെ അന്തരീക്ഷമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഭൂമിയാണ്. ജീവന്റെ സാന്നിധ്യമുള്ള ഗ്രഹം, ജലസാന്നിധ്യമുള്ള ഗ്രഹം, അന്തരീക്ഷമുള്ള ഗ്രഹം ഇതൊക്കെ എന്താണ്? ഭൂമിയാണ്. അതുപോലെ തന്നെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഭൂമിയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. അതുപോലെ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമിയെയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നു. ആൻസർ ഭൂമി. അതുപോലെ പറയുകയാണെങ്കിൽ ഭ്രമണത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 24 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ഭ്രമണത്തിന് ആവശ്യമായ സമയം 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ്. അതുപോലെ ഭ്രമണം എന്ന് പറയുമ്പോൾ ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? സ്വയം ചുറ്റിത്തിരിയുന്നതാണെന്ത്? ഭ്രമണം. കേട്ടോ. ഈ പരിക്രമണമോ? ഭൂമി സൂര്യനെ ചുറ്റുന്നതാണെന്ത്? പരിക്രമണം. ഭൂമിയുടെ പരിക്രമണത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 366 ദിവസമാണ്. ഭൂമിയുടെ പരിക്രമണത്തിന് എത്ര സമയം ആവശ്യമാണ്? 366 ദിവസമാണ്. അതുപോലെ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ആൻസർ എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലനോളജി. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? സെലനോളജിയാണ്. അതുപോലെ നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ സെലനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജോഹാൻ ഷോട്ടർനെയാണ്. സെലനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോഹാൻ ഷോട്ടർനെയാണ്. അതുപോലെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാണ് എന്തിനു കാരണം? ആ സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതിനുള്ള കാരണം. കേട്ടോ. ചന്ദ്രനുണ്ടാകുന്ന വൃദ്ധിക്ഷയങ്ങളാണ് എന്തിനുള്ള കാരണം? ആ സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതിനുള്ള കാരണം. കേട്ടോ. അവള് ഭൂമിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? കാണുക.